ഓം ശാന്തി. ആത്മിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ഞാൻ പരമാത്മ സ്നേഹത്തിൽ മഗ്നമായിരിക്കുന്നു. ഓരോ ശ്വാസവും ഓരോ സങ്കല്പവും ബാബ ബാബ എന്ന ധ്വനിയിൽ ലയിച്ചു പോകുന്നു. ഞാൻ ആത്മാ ബാബയുടെ സമീപമാണെന്ന അനുഭവം ചെയ്യുന്നു. ഞാൻ പരമാത്മ ഹൃദയ സിംഹാസനത്തിലെ നിവാസിയാണ്. ഞാൻ ബാബയുടെ നമ്പർ 1 കൂട്ടുകാരനാണ്. ഓരോ സമയവും സാക്ഷിയായി ഈശ്വരൻ കൂടെയുണ്ടെന്ന അനുഭവം ചെയ്യുന്നു. സദാ സാക്ഷി സ്ഥിതിയിൽ ഈശ്വരന്റെ കൂട്ടുകെട്ട് പരിപാലിക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഞാൻ ആത്മാ മനസ്സുകൊണ്ട് സദാ ഒരു ബാബയുടെ സമീപമാണ്. ഞാൻ ഓരോ ശ്വാസത്തിലും ഓരോ സങ്കല്പത്തിലും ബാബയുടേതാണ്. ഞാൻ ബാബയുടെ അതിസമീപം സന്മുഖത്തിലിരിക്കുന്നു. സർവസമർപ്പണമായിരിക്കുന്നു. ഞാൻ ജ്ഞാനസ്വരൂപാത്മാവാണ്. ജ്ഞാനസാഗര ശിവബാബയുടെ സന്താനമാണ്. ജ്ഞാനത്തിന്റെ ചേതനയാൽ സമ്പന്നമാണ്. ജ്ഞാനത്തിന്റെ ദിവ്യതയിൽ സമ്പന്നമാക്കുന്നു. ഞാൻ അലൗകിക ശക്തിയാണ്. ഈ സത്യജ്ഞാനത്തിലൂടെ ഞാൻ ആത്മാവ് നിജസ്വരൂപത്തെ അറിയുന്നു. ഇപ്പോൾ ജ്ഞാനസ്വരൂപമായി എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്വയം ഭഗവാൻ എന്നെ വിശ്വപരിവർത്തനത്തിൻ്റെ മഹാൻ കാര്യത്തിലേക്ക് നിമിത്തമാക്കിയിരിക്കുന്നു. ഈ ആത്മീയ ലഹരിയിലിരുന്ന് ഞാൻ ദേഹാഭിമാനത്തിൽ നിന്നും മുക്തമായി പരമധാമത്തിലെത്തുന്നു. ശിവബാബയിൽ നിന്നും ദിവ്യജ്ഞാനത്തിൻ്റെ ശക്തി നിറക്കുന്നു. ദിവ്യജ്ഞാനത്താൽ ഭർപൂറാകുന്നു. ജ്ഞാനസാഗര ബാബയുടെ ദിവ്യജ്ഞാനത്തിൻ്റെ അനന്തധാരയുടെ കീഴിൽ ഞാനിരിക്കുന്നു. ഈ ധാര ഞാൻ ആത്മാവിൽ നിരന്തരം വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ഗുഹ്യതയെ മനസ്സിലാക്കുന്നു. ഞാൻ ജ്ഞാനവാനാകുന്നു. മാസ്റ്റർ ജ്ഞാനസാഗരമായിരിക്കുന്നു. ബാബ എല്ലാവരെയും ഒരുപോലെ പഠിപ്പിക്കുന്നു. എന്നാൽ ധാരണ സംഖ്യാക്രമമനുസരിച്ചാണ്. നല്ല സേവാധാരികളായ കുട്ടികൾ വരുമ്പോൾ ബാബയുടെ ജ്ഞാനത്തിൻ്റെ നൃത്തവും അതനുസരിച്ചായിരിക്കും. കാണികളെല്ലാം താല്പര്യത്തോടെ ആസ്വദിക്കുമ്പോൾ നൃത്തമാടുന്നവർ കൂടുതൽ ഉന്മേഷത്തോടെ നൃത്തമാടുന്നു. മുരളി ബാബയുടെ സന്മുഖത്ത് കേൾക്കുമ്പോൾ ഉന്മേഷവും വർദ്ധിക്കുന്നു. ഇത് സ്ഥൂല നൃത്തമല്ല,
ജ്ഞാനത്തിൻ്റെ നൃത്തമാണ്. ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനത്തിൻ്റെ നൃത്തമാടുന്നു. കൽപ്പം മുമ്പത്തെ പോലെ ബാബ വന്ന് കുട്ടികൾക്ക് എല്ലാ രഹസ്യവും പഠിപ്പിക്കുന്നു. ജ്ഞാനസാഗരനായ ബാബ വന്ന് സന്മുഖത്ത് ജ്ഞാനനൃത്തം ചെയ്യുന്നു. ഞാൻ സമർത്ഥനായ സേവാധാരിയാകുമ്പോൾ ജ്ഞാനത്തിൻ്റെ നൃത്തവും നന്നാക്കുന്നു. സംഗമയുഗത്തിൽ എൻ്റെ ആത്മീയ ഹോബി ഓർമ്മയിലിരിക്കുന്നതിൻ്റെ ശീലമാണ്. അതിൻ്റെ കൂടെ ദിവ്യവും അലൗകികവുമായ കർമ്മം ചെയ്യുന്നു. ഞാൻ സത്യമായ കഥ തീർച്ചയായും കേൾപ്പിക്കുന്ന സേവനം ചെയ്യുന്നു. ഇതെൻ്റെ ഹോബിയാണ്. ഈ സമയം ഞാൻ ഈശ്വരൻ്റെ മടിത്തട്ടിലെ ഈശ്വരീയ സന്താനമാണ്. ഉയർന്നതിലും ഉയർന്ന ഗുപ്തമായ മഹിമയാണിത്. ഭാഗ്യത്തിൽ അച്ഛൻ്റെ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിയിൽ ജ്ഞാനമിരിക്കുകയുള്ളൂ. ബാബ വന്ന് രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ വെളിച്ചം നൽകുന്നു. അത് പിന്നീട് ലോപിച്ചു പോകുന്നു. ഞാൻ ബാബയെ അറിഞ്ഞു. ബാബയിലൂടെ എല്ലാം അറിയുന്നു. മുഖ്യമായ കാര്യമാണ് മന്മനാഭവ. ദേഹാഭിമാനത്തിൽ വരുമ്പോൾ അനേക പ്രകാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പിന്നീട് യോഗത്തിലിരിക്കാൻ സാധ്യമല്ല. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും സന്തോഷമുണ്ടാകുന്നു. ഓർമ്മയിലൂടെ വികർമ്മങ്ങളെ വിനാശമാക്കുന്നു. ഇതാണ് ആത്മീയ അഭിരുചി. ബാബ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി അലങ്കരിക്കുകയാണ്. മധുരമായ സാഗരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തെയും പഴയ ദേഹസഹിതം സർവ്വതും മറക്കണം. ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രത്തിലൂടെ ബുദ്ധി വീട്ടിലേക്ക് പോകുന്നു, പിന്നെ സ്വർഗത്തിലേക്ക് വരുന്നു. ഈ ലോകത്തെ ബുദ്ധി കൊണ്ട് മറക്കണം. തിരിച്ച് വീട്ടിലേക്ക് പോകണം. ബാബയെ ഓർമ്മിച്ച് ആത്മാവിലെ കറകളെ ഇല്ലാതാക്കണം. നോളജ്ഫുള്ളായ ബാബയെ ഓർമ്മിച്ച് ബുദ്ധിയെ സമ്പന്നമാക്കി വെക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ഒരിക്കലും ഒരു പ്രകാരത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ടാക്കരുത്. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സദാ ഏകരസസ്ഥിതിയാകുന്ന സിംഹാസനത്തിലിരിക്കുന്ന ബാപ്പ് ദാദയുടെ ഹൃദയ സിംഹാസനധാരിയാകുന്നു. അചഞ്ചലവും ദൃഢവും ഏകരസവുമായ സീറ്റ് വേണം. ഇതിനായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ അകാലമൂർത്തിയായിരിക്കൂ. ശുഭചിന്തനത്തിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഓം ശാന്തി.